ഹലോ ഗൈസ്, ഇന്ന് സൺഡേ ആണ്. സൺഡേ മാത്രമേ എനിക്ക് ഇങ്ങനെ സമാധാനത്തിൽ ആസ്വദിച്ചിരുന്ന് ചായ കുടിക്കാൻ പറ്റത്തുള്ളൂ രാവിലെ. അപ്പം ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് കുറേ പ്രോഗ്രാം ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകണം പറഞ്ഞ് നമ്മൾ കുറേ പ്ലാൻ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റിന് എങ്ങും പോകാൻ പറ്റില്ല ഗൈസ്. ഞാനും ഏട്ടനും കൂടി ഇവിടെ അടിപൊളി ഒരു സ്ഥലമുണ്ട്. അപ്പം ഏട്ടൻ എന്നോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു ഈ ആഴ്ച നമുക്ക് പോകാം, എനിക്ക് ഇന്നലെ ലീവുള്ളൂ, അപ്പോൾ ഇന്ന് പോകാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. ഇന്നലെ രാത്രി അതുകൊണ്ട് ഇന്നലെ ബാങ്കിൽ നിന്ന് വന്നപ്പോഴേ ഞാൻ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് എല്ലാം മടക്കി വെച്ച് ജോലിയൊക്കെ ഒതുക്കി രാവിലെ പോകാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഇന്നലെ മുതൽ ഭയങ്കര മഴ. രാവിലെ എഴുന്നേറ്റത് തന്നെ 8:30-9 മണിയായി. അതുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു. ഇനിയിപ്പം എങ്ങാനും വൈകിട്ട് മഴ മാറുവാണെങ്കിൽ എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വൈകിട്ടത്തെ കാര്യം എന്താണെന്ന് അറിയത്തില്ല. ഇപ്പോൾ രാവിലെ എന്തായാലും എഴുന്നേറ്റതേ ഉള്ളൂ. പിന്നെന്താ, മഴയാണ്, നല്ല മഴ, തണുപ്പ്. അതിൻ്റെ കൂടെ കാപ്പി ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇനിയത്തെ പ്രോഗ്രാമൊക്കെ ഇനിയിപ്പം ആലോചിക്കണം. എന്തായാലും ഞങ്ങൾ പ്ലാൻ ചെയ്ത പ്രോഗ്രാം എന്തായാലും നടക്കില്ല ഗൈസ്. അപ്പം നമ്മൾ വീട്ടിലിരുന്ന് ഉള്ള ജോലിയൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു. സൺഡേ ആയതുകൊണ്ട് നമുക്ക് ആ ഒരൊറ്റ ദിവസമേ കിട്ടത്തുള്ളൂ. ഹലോ അക്ഷത കിട്ടാ, ഞാനിവിടെ സ്വസ്ഥമായിട്ടിരുന്ന് ചായ കുടിക്കാൻ ഇവൻ സമ്മതിക്കത്തില്ല രണ്ടുപേരും. ഇവൻ പിന്നെയും കുഴപ്പമില്ല. ആര് എവിടെ പോയി? ഓ, ഗേറ്റിന്റെ അവിടെ പോയെന്ന്. നമുക്കിപ്പോൾ രാവിലെ പാല് കൊണ്ടുവെക്കും. അപ്പം അതുകൊണ്ട് അമ്മാമ്മയും കൊച്ചുമോനും കൂടെ രാവിലെ പാലൊക്കെ എടുക്കാൻ വേണ്ടി ഗേറ്റിന്റെ അവിടെ പോകും. അതാണ് അവൻ പറഞ്ഞത് കേട്ടോ ഗൈസ്. വണ്ടി കയറിയിട്ട് ഐസ്ക്രീം മേടിക്കാൻ പോണെന്നാണ് ഗൈസ് പറഞ്ഞത്. പോവാണോ? പിന്നെ തേങ്ങയോ?